ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ഷൈൻ ടോൺ ചാക്കോനെ കുറിച്ചാണ് പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം ഗൈസ്. ഹോട്ടൽ മുറിയിൽ നിന്ന് ചാടി ഓടിയ ഷൈൻ ടോൺ ചാക്കോ ഒരു ഹോട്ടൽ മുറിയെടുത്ത് തൃശ്ശൂർ പോയി അവിടെ നിന്ന് പാലക്കാട് വന്ന് പാലക്കാട്ട് നിന്നാണ് ഈ ഒരു വ്യക്തി പൊള്ളാച്ചിയിലേക്ക് പോയിട്ടുള്ളത്. അത് ഷൈൻ ടോൺ ചാക്കോ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യലിനിടയിൽ ഈ ഷൈൻ ടോൺ ചാക്കോ പറഞ്ഞതാണ് ഈ കാര്യങ്ങളെല്ലാം. ഈ ഒരു ഡ്രഗ്സ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അത് സിന്തറ്റിക് ആണെങ്കിലും ഈ കഞ്ചാവാണെങ്കിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അഡിക്ഷൻ സെൻറ്ററിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ പോയിട്ടുള്ളത് എന്നാണ് ഈ ഒരു ഷൈൻ ടോൺ ചാക്കോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഷൈൻ ടോൺ ചാക്കോയും നമ്മുടെ ശ്രീനാഥ് ബാസിനെയാണ് പറയുന്നത്. നായകനെയും എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിലേക്ക് വലിച്ചഴക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മീഡിയകൾ ഞങ്ങളെ രണ്ടുപേരെയും നിരന്തരം അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വ്യക്തിൻ്റെ നഖം പിന്നെ ബ്ലഡ് മൂത്രം സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച ഈ ഒരു വ്യക്തിനെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏട്ടനും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഓടിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ എന്താണ് എന്നുള്ളത് അത് ഒരു ഉടായിപ്പാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു വ്യക്തി മീഡിയ പേഴ്സണെ ഒരു കളിയാക്കുന്ന മാതിരിയാണ് ചോദ്യങ്ങൾ. നിങ്ങളും പോയിട്ടില്ലേ, ഞാനും പോയിട്ടുണ്ട് അഡിക്ഷൻ സെൻറ്ററിൽ എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി കിടന്ന് അവിടെ ഘോരം ബാധിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു ഉത്തരം തരണമെങ്കിൽ ശ്രീനാഥ്. അപ്പോൾ ഷൈൻ ടോൺ ചാക്കോ ഇപ്പോൾ പുറത്താണ്. സ്റ്റേഷൻ ജാമ്യത്തിന് വെളിയിലാക്കിയിരിക്കുകയാണ് ഈ ഒരു ഷൈൻ ടോൺ ചാക്കോനെ. നാളെയും ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നാണ് ഈ ഒരു വൃത്തങ്ങൾ അറിയിക്കുന്നത്. ബൈ ബൈ.